മടിയൻ മുയൽ. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേരാണ് ലില്ലി. ഞാനിന്ന് നിങ്ങളോടൊരു കഥ പറയാൻ വേണ്ടി വന്നതാണ്. കുന്നിമണിക്കാട്ടിലാണ് കൂട്ടുകാരായ സുന്ദരൻ മുയൽക്കുട്ടനും തേനീച്ചയും പിന്നെ അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. മുയൽക്കുട്ടൻ ഭയങ്കര മടിയച്ചാരായിരുന്നു. തിന്നുക, ഉറങ്ങുക ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നത് മൂപ്പർക്കിഷ്ടമല്ല. ഒരു ദിവസം 3 പേരും കൂടി കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അണ്ണാരക്കണ്ണൻ പറഞ്ഞു, എന്റെ പൊന്നു മുയൽക്കുട്ട, ഇങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? എപ്പോഴും ഉറക്കം തന്നെ ഉറക്കം. അത് കേട്ട് തേനീച്ച പറഞ്ഞു, സത്യം തന്നെ, ആകെ ഉണർന്നിരിക്കുന്നത് നമ്മളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ്. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? ഇത് കേട്ട് മുയൽക്കുട്ടൻ പറഞ്ഞു, എനിക്കെന്തു പണി? തിന്നുകയും ഉറങ്ങുകയും അല്ലാതെ വേറെ എന്തു ചെയ്യാനാണ്? എനിക്കിങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. ഇത് കേട്ട് തേനീച്ച പറഞ്ഞു, എനിക്ക് രാവിലെ തന്നെ കൂട്ടുകാരുടെ ഒപ്പം തേൻ ശേഖരിക്കാൻ പോകണം. കൂടുണ്ടാക്കി തേൻ അതിൽ ശേഖരിച്ചു വെക്കണം. എത്ര പൂക്കളോട് ചോദിച്ചാലാണ് കുറച്ച് തേൻ കിട്ടുക എന്നറിയാമോ? അല്ലെങ്കിൽ തന്നെ എങ്ങനെയാ ഇത്ര സമയം വെറുതെ ഇരിക്കുന്നത്? ഇതു കേട്ട് അണ്ണാരക്കണ്ണൻ പറഞ്ഞു, സത്യം തന്നെ, ഞാനും രാവിലെ ഭക്ഷണം ശേഖരിക്കാൻ പോകും. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ യാത്ര ചെയ്യും. ഇപ്പോഴിതാ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന മരം ഉണങ്ങി തുടങ്ങി. വേറൊരു മരവും വീടും സംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ. കുറച്ചു ദിവസം കഴിഞ്ഞു. മുയൽക്കുട്ടൻ വെറുതെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് തേനീച്ചയെ കണ്ടത്. തേനീച്ച കൂട്ടുകാരുടെ കൂടെ കൂടുണ്ടാക്കുകയായിരുന്നു. ഇത് കണ്ട മുയൽക്കുട്ടൻ പറഞ്ഞു, എന്റെ തേനീച്ചേ, എപ്പോഴും ജോലി തന്നെ ജോലി. നീ വാ, നമുക്ക് കുറച്ചു നേരം ആ നദിക്കരയിൽ കാറ്റും കൊണ്ടിരിക്കാം. എന്തു രസമായിരിക്കുമെന്നോ. ഈ ജോലിയെല്ലാം പിന്നെ ചെയ്യാം. ഇത് കേട്ടതും തേനീച്ച പറഞ്ഞു, ഓ, ഞാനില്ല. ഇനി 3-4 ദിവസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കണം. മഴക്കാലം വരാൻ പോവുകയല്ലേ. അല്ല, ആ സമയത്ത് നീ എന്തു ചെയ്യും? ഒരു നല്ല മാളം കണ്ടുപിടിക്കണ്ടേ നിനക്ക് താമസിക്കാൻ? ഇതു കേട്ട് മുയൽക്കുട്ടൻ പറഞ്ഞു, ഓ, അതപ്പോഴല്ലേ, മഴക്കാലം വരുമ്പോൾ നോക്കാം. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ പണിയെടുക്കാൻ എനിക്ക് വയ്യ. അത്രയും പറഞ്ഞ് മുയൽക്കുട്ടൻ അവിടെ നിന്നും ഓടിപ്പോയി. മഴക്കാലം തുടങ്ങി. ഒരു ദിവസം രാത്രി പെരുമഴ. ആർക്കും പുറത്തിറങ്ങാൻ വയ്യ. അത്രയ്ക്ക് മഴയും ഇടിവെട്ടും കാറ്റും തന്നെ. ഈ സമയത്ത് മുയൽക്കുട്ടൻ മഴ നനയാതെ നിൽക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ കാട്ടിലൂടെ നെട്ടോട്ടം ഓടി. മഴ നനഞ്ഞ് നനഞ്ഞ് അവന് വയ്യാതായി. അവൻ ഓടി തേനീച്ചയുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, തേനീച്ചേ, മഴ നനഞ്ഞ് നനഞ്ഞ് എനിക്ക് വയ്യാതായി. എന്നെ കൂടെ നിന്റെ വീട്ടിൽ താമസിപ്പിക്കാമോ? ഇത് കേട്ടതും തേനീച്ച പറഞ്ഞു, അതെങ്ങനെ? എന്റെ വീട് എത്ര ചെറുതാ. അതുകൂടാതെ ഇതിനകത്ത് എന്റെ കുറേ മിത്രങ്ങളുമുണ്ട്. നിനക്ക് കൂടെ തങ്ങാനുള്ള സ്ഥലം ഇതിനകത്തില്ല. സോറി മുയൽക്കുട്ട. അവൻ ഓടി അണ്ണാരക്കണ്ണന്റെ അടുത്തെത്തി. അണ്ണാരക്കണ്ണ, എന്നെ കൂടെ നിന്റെ വീട്ടിൽ താമസിപ്പിക്കാമോ? മഴ നനഞ്ഞ് നനഞ്ഞ് എനിക്ക് വയ്യാതായി. കാറ്റത്ത് തണുത്തു വിറച്ച് എനിക്ക് ദേഹം പോലും അനക്കാൻ സാധിക്കുന്നില്ല. ഇതു കേട്ട് അണ്ണാരക്കണ്ണൻ പറഞ്ഞു, അതിനെന്താ, നിനക്കെന്റെ വീട്ടിൽ താമസിക്കാമല്ലോ. ഇതു കേട്ട് മുയൽക്കുട്ടന് സന്തോഷമായി. പക്ഷേ അപ്പോഴല്ലേ അടുത്ത പ്രശ്നം. അണ്ണാരക്കണ്ണന്റെ വീട് മരത്തിനു മുകളിലാ. മുയൽക്കുട്ടന് മരം കയറാൻ അറിയില്ലല്ലോ. അവൻ കുറേ തവണ ചാടി നോക്കി. ഒരു രക്ഷയുമില്ല. സങ്കടത്തോടെ അവൻ തിരിച്ചു നടന്നു.
വഴിയിൽ കണ്ട വീണുകിടന്ന ഒരു മരത്തിന്റെ പൊത്തിൽ കയറി മുയൽക്കുട്ടൻ ഇരുന്നു. മുയൽക്കുട്ടന് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൻ കണ്ണീരോടെ ആലോചിച്ചു. അണ്ണാരക്കണ്ണനും തേനീച്ചയും ഈ മഴയത്തും എത്ര സുഖമായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു. എനിക്ക് മഴ നനയാതിരിക്കാൻ സ്വന്തമായി ഒരു വീട് പോലുമില്ല. എത്ര തവണ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാണ് വെറുതെ ഇരുന്ന് സമയം കളയരുതെന്ന്. എല്ലാം എൻ്റെ തെറ്റു തന്നെ. നേരം വെളുത്തു. അടുത്ത മഴയ്ക്ക് മുമ്പ് ഒരു വീട് കണ്ടുപിടിക്കാൻ മുയൽക്കുട്ടൻ തീരുമാനിച്ചു. മുയൽക്കുട്ടനെ തേടി വന്ന തേനീച്ചയും അണ്ണാരക്കണ്ണനും അവനെ സഹായിക്കാൻ ഒരുമിച്ച് കൂടി. കൂട്ടുകാരെ, അലസതയും മടിയും നന്നല്ല. ചെയ്യേണ്ട ജോലികൾ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. നാളെ നാളെ എന്ന ചിന്ത അത്ര നന്നല്ല. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.